all, welcome to Exam Y NSMC classes. അപ്പോൾ നമ്മൾ ഇന്ന് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എക്സാമിന്റെ പാർട്ടായിട്ട് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഇന്ന് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A current of 1 ampere is drawn by a filament of an electric bulb. Number of electrons passing through a cross section of the filament in 16 seconds would be where? ഇലക്ട്രോണിന്റെ ചാർജ് ഗിവൺ ആണ്. ഓക്കെ, ചോദ്യം എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് I. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് അല്ലേ. I is equal to Q by T ആണ് കറണ്ടിന്റെ ഇക്വേഷൻ. I is equal to Q by T. ഓക്കെ, Q എന്താണ്? Q ചാർജ് ആണ്. ഏത് ചാർജിന്റെ ഫ്ലോ ആണ് കറണ്ട്? ഇലക്ട്രോണിന്റെ അല്ലേ. സോ Q is equal to NE ആണ്. സോ NE by T. ഓക്കെ, നമ്മളോട് ചോദിച്ചില്ല എന്താണ്? N, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ N is equal to I into T by E. I എത്രയാണ് ഇവിടെ? 1 ആംപിയർ. ടൈം എത്രയാണ്? 16 seconds ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 into 10 raised to minus 19. ഓക്കെ, അപ്പോൾ ഈ 16ഉം 1.6ഉം കട്ടായി പോകും. മുകളിലൊരു 10 വരും. ഈ 10 raised to minus 19 മുകളിലോട്ട് പോയാൽ 10 raised to plus 19 ആകും. കൂടാതെ അവിടെ ഒരു 10ഉം കൂടി ഉണ്ട്. സോ 10 raised to 20 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. I is equal to Q by T, Q is equal to NE. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഇക്വേഷൻ ഉണ്ടാക്കി I into T by E. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, എ ചാർജ് ഓഫ് 60 coulomb passes through a wire in 2 minutes. The current flowing through the wire is. ഓക്കെ, I ആണ് ചോദിച്ചിട്ടുള്ളത്. I. ഓക്കെ, I is equal to Q by T. ഓക്കെ, ഇവിടെ നമുക്ക് ചാർജ് ഡയറക്ട്ലി ഗിവൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ആവശ്യമില്ല. 60 coulomb ആണ് ചാർജ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2 minutes ആണ്. ശ്രദ്ധിക്കണം, നമുക്ക് ആംബിയറിലാണ് ആൻസേഴ്സ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ആംബിയർ SI യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഇൻപുട്ട് ദ വാല്യൂസ് ഇൻ SI യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. 2 minute ഞാൻ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 2 into 60 seconds. ഓക്കെ, സോ 1/2 ആൻസർ വരും. അതായത് 0.5 ആംബിയർ ആണ് ആൻസർ. 0.5 ആംബിയർ. ഓക്കെ, I is equal to Q by T. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, while charging a phone 1.5 into 10 raised to 21 electrons enter the battery in 8 seconds. The charging current is nearest to. Again, നമ്മളോട് ചോദ്യം എന്താണ്? I is equal to Q by T ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. Q എത്രയാണ്? 1.5 into 10 raised to 21 electrons. സോ N ആണ് നമ്മളുടെ 1.5 into 10 raised to 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, NE by T ആണ് അല്ലേ. NE by T. സോ 1.5 into 1.6 into 10 raised to minus 19 divided by time. Okay, 8 seconds ആണ്. 8 seconds. Okay, so 1.6 by 18 നമുക്ക് എത്ര വരും? 0.2 വരും അല്ലേ. 0.2 വരും. So 0.2 into 1.5. 2 into 1.5 3 ആണ്. 0.2 into 1.5 0.3 ആണ്. 0.3 into 10 raised to 21 into 10 raised to minus 19 ആൻസർ വരിക 10 സ്ക്വയർ. ഓക്കെ, സോ ആൻസർ വരും 30 ആംബിയർ എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ സി. ഓക്കെ, I is equal to Q by T. ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് ഇവിടെ അറിയണം. 1.6 into 10 raised to minus 19 coulomb. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഈ 3 ക്വസ്റ്റ്യൻ യൂസ് ചെയ്ത ഇക്വേഷൻ ആണിത്. Q is equal to NE, I is equal to Q by T. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സീരീസ് പാരലൽ കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അല്ലേ. സീരീസിലാണ് അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് ആണ് കോൺസ്റ്റന്റ്, വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കെ. ഫിഗർ ഷോസ് എ 3 ohm റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് പാരലൽ പെയർ 6 ohm ആൻഡ് 3 ohm. അതായത് നോക്കെ, ഈ 3 ohm, ഈ 6 ohm. ഓക്കെ, 6 ohm and 3 ohm are in parallel. Okay, and this combination is in series with 3 ohm. Okay, so a connected to 6 volt cell of negligible internal resistance. The total current drawn from the cell is. Okay, cell നിന്ന് drawn ചെയ്ത total current ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. I is equal to V by R ആണ്. ഇതിവിടെ നിന്ന് കിട്ടി Ohm's law. Okay, V is equal to IR, I is equal to V by R. നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ് സെല്ലിൻ്റെ വോൾട്ടേജ്.
റെസിസ്റ്റൻസ്, ഇവിടെ നെറ്റ് റെസിസ്റ്റൻസ് എത്രയാ? ഇവിടെ നോക്കേ, ഈ 6 ohm and 3 ohm ആർ ഇൻ പാരലൽ. അപ്പോൾ ആ റെസിസ്റ്റൻസ്, ഈ കോമ്പിനേഷൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആർ പാരലൽ ഇസ് ഈക്വൽ ടു 6 into 3 divided by 6 plus 3. Okay, so 18 divided by 9, which means 2 ohm ആണ് ആ 6 ohmും 3 ohmും പാരലലി കണക്ട് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് 2 ohm ഈസ് ഇൻ സീരീസ് വിത്ത് 3 ohm. ഓക്കെ, ഈ കോമ്പിനേഷൻ 2 ohm, ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയ 2 ohm 3 ohm ആയിട്ട് സീരീസ് കണക്ഷനിലാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 plus R effective is equal to 2 plus 3, 5 ohm. Okay, so I is equal to V by R. V 6 volt ആണ്, R effective resistance ആയ 5 ആണ്, 6 by 5 എത്രയാ? 1.2 ampere. 1.2 ampere. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർ ദ സെയിം നെറ്റ്വർക്ക്, ഓക്കെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സർക്യൂട്ട്, അതേ റെസിസ്റ്റൻസ് വാല്യൂസ്, വോൾട്ടേജും അത് തന്നെ. ഓക്കെ, നമ്മുടെ സെല്ലിൻ്റെ വോൾട്ടേജ്. ഓക്കെ, ഫോർ ദ സെയിം നെറ്റ്വർക്ക് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, ഈ പാരലൽ കോമ്പിനേഷനിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ചോദ്യം. അതെങ്ങനെ കാണാം? അതിന് I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കോമ്പിനേഷൻ, അത് നമ്മൾ ചെയ്യാം. ഓക്കെ, എങ്ങനെയാ കാണടാ? ഇവിടെ നമുക്കറിയാം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? കുറച്ച് ഇയാൾക്ക് പോകും, ബാക്കി കുറച്ച് ഈ കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള അയാൾക്കും പോകും, അല്ലേ? പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ കോമ്പിനേഷനും ഈ ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഈ 3 ohmനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഇൻ സീരീസ്. ഓക്കെ, ബിക്കോസ് ദേ ആർ ഇൻ സീരീസ്. അപ്പോൾ നമ്മുടെ ഈ R പാരലൽ എത്രയായിരുന്നു? R പാരലൽ 2 ohm ആയിരുന്നു, അല്ലേ? യെസ്, ഇവിടെ നോക്കി, നമ്മൾ 2 ohm ആണ് R പാരലൽ. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? ആ R പാരലൽ ആയിട്ടുള്ള 2 ohmലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എക്രോസ് ആയിട്ടുള്ള, എൻഡിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? V is equal to I into റെസിസ്റ്റൻസ്. ഓക്കെ, IR ആണ് നമ്മുടെ ഉത്തരം. V is equal to IR. കറണ്ട് എത്രയാ? കറണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 1.2 ആംപിയർ. 1.2 ആംപിയർ ആണ് അതിലൂടെ കടന്നു പോകുന്ന, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറണ്ട് 1.2 ആംപിയർ. ഓക്കെ, 1.2 ആംപിയർ ഇൻറ്റു R പാരലൽ എത്രയാണ്? 2. സോ 2 ഇൻറ്റു 1.2. ഓക്കെ, 2 ഇൻറ്റു 1.2 എത്ര ആൻസർ വരിക? 2.4 വോൾട്ട്. 2.4 വോൾട്ട്. Okay, അടുത്ത question. In a household, 2 identical lamps are first connected in series and then parallel across the same main supply. The lamps glow brighter when connected in. Okay, നമ്മൾ 2 ഐഡന്റിക്കൽ ലാംപ്സ് ഉണ്ട്. എന്ത് ചെയ്തു? ഇവരെ നമ്മൾ ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പിന്നെ നമ്മൾ അവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഏത് കോമ്പിനേഷൻ ഓഫ് കണക്ഷനിലാണ് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ട് ബൾബ്സ് കത്തുക എന്നാണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ? പാരലൽ ആയിരിക്കുമ്പോഴാണ്. കാരണം എന്താ? കാരണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും? 2 ബൾബിലും കിട്ടും എന്നുള്ളതാണ്. സീരീസിൽ കണക്ട് ചെയ്താലോ? സീരീസിൽ കണക്ട് ചെയ്താൽ ഈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഓക്കെ, സീരീസിൽ കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. പക്ഷേ പാരലൽ കണക്ട് ചെയ്താൽ 2 ബൾബിനും കംപ്ലീറ്റ് വോൾട്ടേജും കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത. പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, കറണ്ട് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷനിൽ കറണ്ട് ആണ് കോൺസ്റ്റന്റ്, വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കുറയും, കാരണം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ലേ. ഓക്കെ, കാരണം നമുക്ക് അറിയാലോ P is equal to V²/R ആണ്. ഓക്കെ, സോ V ഹൈ ആകും തോറും നമുക്ക് സംഭവിക്കും, നമ്മുടെ പവർ കൂടും. ഓക്കെ, സോ പാരലൽ ബിക്കോസ് ഈച്ച് റിസീവ്സ് ഫുൾ മെയിൻ വോൾട്ടേജ്. ഓക്കെ, യെസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ബൈ ചാർജ് ആണ്, വർക്ക് ബൈ ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ടോ. I is equal to Q/T. ഓക്കെ, Q is equal to NE. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് is equal to വർക്ക് ബൈ ചാർജ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെയോ സീരീസ് പാരലൽ കണക്ഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്. ഓക്കെ,
ഇനി ഇതാ ഓംസ് ലോ എന്ന് വേറൊരു ക്വസ്റ്റൻ ആണ്. ടു കണ്ടക്ടേഴ്സ് പി ആൻഡ് ക്യു ആർ ടെസ്റ്റഡ് ആൻഡ് ദെയർ VI ഗ്രാഫ്സ് ആർ പ്ലോട്ടഡ് ഓൺ ദ സെയിം ആക്സിസ് ആസ് ഷോൺ ഇൻ ഫിഗർ എ. വിച്ച് കൺക്ലൂഷൻ അബൌട്ട് ദ കണ്ടക്ടേഴ്സ് ഈസ് കറക്റ്റ്? ഓക്കെ, അപ്പോൾ പി ക്യു രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ റെഡ് ലൈനെ പി കണ്ടക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ബ്ലൂ ലൈനെ ക്യൂ കണ്ടക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, IV ഗ്രാഫ് ആണ്. ശ്രദ്ധിക്കണം, കറണ്ട് Y ആക്സിസിലാണ്, X ആക്സിസിൽ ആരാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഓംസ് ലോ, ഓക്കെ, ആസ് പെർ ഓംസ് ലോ നമുക്കറിയാം R is equal to V/I ആണ് അല്ലേ? R is equal to V/I ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആരാണ്? കറണ്ട് ആണ് Y ആക്സിസിൽ, X ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ Y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ X ആക്സിസിലെ ക്വാണ്ടിറ്റി ആണ് ഇവിടുത്തെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആരടാ? സ്ലോപ്പ് ഈസ് I/V ആണ്. ഓക്കെ ഓക്കെ, നോക്കുക, സ്ലോപ്പ് I/V, റെസിസ്റ്റൻസ് V/I. അപ്പോൾ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ I/V ഇൻക്രീസ് ചെയ്യാണ്, വിച്ച് മീൻസ് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, V/I കുറയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, സോ ആസ് സ്ലോപ്പ് ഇൻക്രീസസ് ഹിയർ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ദ കണ്ടക്ടർ P ഹാസ് ലോ റെസിസ്റ്റൻസ് കമ്പയർഡ് ടു കണ്ടക്ടർ Q ബിക്കോസ് Q ഹാസ് ലോവർ സ്ലോപ്പ്. ലോവർ സ്ലോപ്പിനാണ് ഇവിടെ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക, കാരണം I ആണ് ഇവിടെ Y ആക്സിസിൽ. ഓക്കെ, സോ ആരുടെ Q ഹാസ് ഹയർ റെസിസ്റ്റൻസ് ദാൻ P. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഇത് IV ഗ്രാഫാണ്. VI ഗ്രാഫ് ആയിരുന്നെങ്കിലോ, Y ആക്സിസിൽ V ആയിരുന്നെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് VI തന്നെയാണ്, V/I ആയിരുന്നു. ദെൻ സ്ലോപ്പ്, ആ സ്ലോപ്പ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് വുഡ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ V/I ഗ്രാഫ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ണും ചിമ്മി പറയാം, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a potential difference of 6 volt is applied across a conductor, a current of 0.4 ampere flows. If the same conductor is later connected so that 0.4 ampere still flows, but supply is changed to 9 volt, the most reasonable explanation is that. അതായത് നമ്മളൊരു 6 വോൾട്ട് ബാറ്ററിക്ക് എന്ത് ചെയ്തു? നമ്മൾ ഒരു കണ്ടക്ടർ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.4 ആംപിയർ. 6 വോൾട്ട് കണക്ട് ചെയ്തപ്പോൾ കടന്നു പോയ കറണ്ട് 0.4 ആംപിയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ ആ സെല്ല് മാറ്റിയിട്ട് 9 വോൾട്ട് ആക്കി. ദെൻ ഓൾസോ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദാറ്റ് കണ്ടക്ടർ ഈസ് 0.4 ആംപിയർ. അതായത് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടും കറണ്ട് ഇൻക്രീസ് ചെയ്തില്ല. നമുക്കറിയാം I is equal to V/R ആണ്. സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ, V ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കറണ്ട് ഇൻക്രീസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഓഫ് കോഴ്സ് അവിടെ റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ റെസിസ്റ്റൻസ് സ്റ്റേഡ് ദ സെയിം. തെറ്റാണ്. ദ കണ്ടക്ടർ വാസ് ഹീറ്റഡ്, റെസിസ്റ്റൻസ് റൈസിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസ് ഹയർ ആവാണ് ചെയ്യുന്നത്. കണ്ടക്ടർ വാസ് കൂൾഡ്, ലോവറിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് അല്ല. ഓംസ് ലോ വാസ് വയലേറ്റഡ് പെർമനന്റ്ലി അല്ല. കണ്ടക്ടർ വാസ് ഹീറ്റ്, റൈസിങ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, മെറ്റൽസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ അല്ലെങ്കിൽ മെറ്റൽസിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്? വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കൊടുത്തു, സ്റ്റിൽ സെയിം കറണ്ട് ഫ്ലോ ചെയ്തു. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് മസ്റ്റ് ഹാവ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ എന്താ കാരണം? ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടാവും, ഹീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ ഓംസ് ലോ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. V is equal to IR, മറന്നു പോയത്. V is equal to IR. ഓക്കെ, യെസ്. ഓംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അടുത്തത്, എ cylindrical conductor of length L and radius of cross section R has resistance of capital R. Another conductor of length 2L and resistance of R of the same material has radius of cross section. അതായത് എന്താണ് അവിടെ ക്വസ്റ്റ്യൻ? നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒരാൾ ലെങ്ത് L ആണ്, അയാളെ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ R ആണ്. ഓക്കെ, നോക്കി ഇതാ ഇവിടെ LR. ഓക്കെ, ഇനിയോ ഇയാളെ റെസിസ്റ്റൻസ് എത്രയാണ്? ക്യാപിറ്റൽ R. ഓക്കെ, ആൻഡ് വി ഹാവ് അനദർ കണ്ടക്ടർ whose length is 2L and resistance of R. ഓക്കെ, നമുക്ക് വേറൊരു കണ്ടക്ടർ ഉണ്ട്, ഇയാളെ ലെങ്ത് എത്രയാടാ?
ഇയാളുടെ ലെങ്ത് 2L ആണ്. ഇയാളുടെ റെസിസ്റ്റൻസോ ഇറ്റ്സ് സെയിം ആസ് ദ ഫസ്റ്റ് കണ്ടക്ടർ, ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യം രണ്ടാമത്തെ കണ്ടക്ടറിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് സ്മോൾ ആർ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് കണ്ടക്ടർ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ റിലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. R is equal to rho L by A. R is equal to rho L by A. എന്താ rho? റെസിസ്റ്റിവിറ്റി. L എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. A എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? നോക്കി, ഇതൊരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ് അല്ലേ? സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ്. സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പൈ ആർ സ്ക്വയർ. റോ എൽ ബൈ പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടുത്തെ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L ഇൻറ്റു പൈ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ്. ഓക്കെ, ഞാൻ അതിനെ പൈ ആർ ഡാഷ് എന്ന് വിളിച്ചു. പൈ ആർ ഡാഷ് ഹോൾ സ്ക്വയർ, പൈ ആർ ഡാഷ് സ്ക്വയർ, അല്ലെങ്കിൽ പൈ R1 സ്ക്വയർ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് ഇക്വേറ്റ് ചെയ്യുകയാണ്. റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഡാഷ് ഹോൾ സ്ക്വയർ. ഇത് ആർ ഡാഷ് സ്ക്വയർ ആണ്. ഓക്കെ, സോ ഞാനെന്ത് ചെയ്തു? റോ കട്ട് ചെയ്തു അല്ലേ? റോ നമുക്ക് കട്ട് ചെയ്യാം, കാരണം റോ ഈക്വൽ ആണ് അല്ലേ? രണ്ടും സെയിം മെറ്റീരിയൽ ആണ്. റെസിസ്റ്റിവിറ്റി മാറാൻ പോകുന്നില്ല. പൈ നമുക്ക് കട്ട് ചെയ്യാം, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. എൽ എനിക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഒന്ന് എടുത്തെഴുതി നോക്കേ. 1 by r സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 by r ഡാഷ് സ്ക്വയർ. ആർ ഡാഷ് സ്ക്വയർ ആണത്. ആർ റേസ് ടു 12 എന്നൊന്നും വായിച്ചു പോകരുത്. ഓക്കെ, ആർ ഡാഷ് സ്ക്വയർ. ഓക്കെ, ഇതിന്റെ ചോദ്യം എന്താ? ആർ ഡാഷ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ആർ ഡാഷ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r സ്ക്വയർ നമുക്ക് എഴുതാം. സോ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2r സ്ക്വയർ. ഓക്കെ, സോ റൂട്ട് 2 ആർ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? ആർ. റൂട്ട് 2r നമുക്ക് ആൻസർ വരും. റൂട്ട് 2r, ഓപ്ഷൻ സി. ഓക്കെ, എന്താ ചോദ്യം പറഞ്ഞത്? നമുക്ക് ഒരു കണ്ടക്ടർ ഉണ്ട്, അയാളെ റേഡിയസ് സ്മോൾ ആർ, അയാളെ ലെങ്ത് L, അയാളെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. വേറൊരു കണ്ടക്ടർ ഉണ്ട്, അയാളെ ലെങ്ത് 2L, അയാളെ റെസിസ്റ്റൻസ് സെയിം റെസിസ്റ്റൻസ് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടക്ടറിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഇട്ടുകൊടുത്തു. റോ എൽ ബൈ എ, രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തു. ഈക്വൽ ആയിട്ടുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. നമുക്ക് ലാസ്റ്റ് കിട്ടിയുള്ളത് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് 2r ആണ്. ഓക്കെ, റൂട്ട് 2r ആണ്. ഓക്കെ, യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ലെങ്ത് എന്ത് ചെയ്തു? ലെങ്ത് നമ്മൾ കൂട്ടി. ലെങ്ത് കൂട്ടിയാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടും. പക്ഷെ ഇവിടെ കൂടിയിട്ടില്ല, ഇയാളെ സെയിം ആയിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് റേഡിയസ് ഓൾസോ ഇൻക്രീസ്ഡ്. അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടേണ്ടതായിരുന്നു. ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. സോ അടുത്ത ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം ഈസ് ഐഡിയലൈസ്ഡ്. ഓക്കെ, 4 ohm. ഓക്കെ, ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 4 ohm ആണ്. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എക്സ്. എക്സിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് കുറച്ച് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിനെ പറ്റി കുറച്ച് ഈസി മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കേ, ഇതാണ് സീരീസ് റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം R1 R2 ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ R എഫക്റ്റീവ് എത്രയാണ്? R1 പ്ലസ് R2 ആണ്. ഇനി n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഞാനത് എങ്ങനെ വെച്ചു? ഓക്കെ, ഞാൻ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചു. n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആണെങ്കിൽ R എഫക്റ്റീവ് എത്രയാണ് വരിക? n ഇൻറ്റു R. ഓക്കെ, ഈക്വൽ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, കാരണം അത് R പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ഇങ്ങനെ പോകും. ദാറ്റ് മീൻസ് NR. ഓക്കെ, n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 പാരലൽ റെസിസ്റ്റൻസ് R1 R2 R3 ഉള്ള 3 പാരലൽ റെസിസ്റ്റൻസ് നമ്മൾ വെച്ചാൽ 1 by R പാരലൽ ഇസ് ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇനി ഇത് n നമ്പർ ഓഫ് പാരലൽ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലോ n നമ്പർ ഓഫ് പാരലൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ R പാരലൽ ഇസ് ഈക്വൽ ടു ഈക്വൽ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് R by n ആയിരിക്കും. ഓക്കെ,
അതായത് 100 ഓമിൻ്റെ 10 റെസിസ്റ്റൻസ് നിങ്ങൾ പാരലായിട്ട് വെച്ചാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് 100/10, 100/10, 10 ഓം ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇത് രണ്ടെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. R1 R2 രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിലോ R പാരലൽ എത്രയാ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, യൂസ്ഫുൾ ആവും. യെസ്, ഇവിടെ നോക്കി ഇനി നമുക്ക് ക്വസ്റ്റിനോട് പോകാം. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം ഈസ് 4 ഓം. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. അത് ഗിവൺ ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾ രണ്ടാളും കൂടി എത്രയാവും? 7 + 5 13 ഓം ആണ് താഴെ. മുകളിലോ 2 + x. ഓക്കെ, അപ്പോൾ ഈ 3 ഓമും 2 + x പാരലൽ ആണ്. ആ പാരലലിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എത്ര? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് x. ഓക്കെ, സോറി, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 4 ഓം. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? 4 = R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതായത് 13 × 2 + x ഡിവൈഡഡ് ബൈ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. 13 + 2 + x അല്ലേ? ദാറ്റ് മീൻസ് 15 + x. ഓക്കെ, ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 15 എത്രയാണ്? 60 + 4x = 26 + 13x. ഓക്കെ, സോ 60 - 26 എത്രയാ? 34 = 9x. ഓക്കെ, 34 അല്ലേ? ഓക്കെ, 4 = 13 × 7 + 5 12 ആണല്ലേ? 7 + 5 12 ആണ്. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. 7 + 5 എത്രയാ വരാ? 7 + 5 12 അല്ലേ? ഞാൻ 13 അടുത്ത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. യെസ്, ഓക്കെ, ഞാൻ ചെയ്തു വന്നപ്പോൾ എന്തില്ല? ഓപ്ഷനിൽ ആൻസർ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തെടുത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഓക്കെ, സോ 4 = 12 × 2 + x ഡിവൈഡഡ് ബൈ 14 + x അല്ലേ? 14 + x. 12 + 2 + x. അപ്പോൾ എത്രയാണ് വരാം? 14 + x. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 4 × 14 എത്രയാണ് വരാം? 56 + 5x, സോറി 4x. 56 + 4x = 24 + 12x. ഓക്കെ, സോ 56 - 24 എത്രയാ? 52, 42, 32. 32 = 8x. So x = 32/8, which means 4 ohm. 4 ohm ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആൻസർ വന്നത്? ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ohm ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലായി ഈ രണ്ടാൾക്കാരെ സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാരെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 7 + 5 12 ohm ആണ്. ഓക്കെ, ആൻഡ് ദിസ് കോമ്പിനേഷൻ ഈസ് ഇൻ പാരലൽ വിത്ത് 2 + x. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2, ആൻഡ് ദാറ്റ് ഈസ് 4 ohm ഹിയർ. ഓക്കെ, ദാറ്റ് ഈസ് 4 ohm ഹിയർ. ഓക്കെ, ബാക്കി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസറിലോട്ട് എത്തി. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷൻ ചെറുതായിട്ട്, യെസ്, ഓക്കെ, കാൽക്കുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ട് മിസ്സായി പോയിരുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. യെസ്, അഗെയിൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ 5 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? R പിന്നെയോ വീണ്ടും 2 R. ഓക്കെ, 2 പിന്നെ സെൻറ്ററിൽ ഒരു 2 R ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ദിസ് R ആൻഡ് ദിസ് R ഇൻ സീരീസ് കണക്ഷൻ. കാരണം അത് ഇവിടെ ഇടയിൽ വേറെ കണക്ഷൻ ഒന്നുമില്ല, ഡയറക്ട്ലി സീരീസ് ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ 2 Rs എന്ത് ചെയ്യും? 2R ആയിട്ട് മാറും, R + R. അതുപോലെ ഈ 2 R, ഓക്കെ, R ആൻഡ് R വിൽ ബി 2R അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇതെന്തായി? എഫക്റ്റീവ്ലി 2R റെസിസ്റ്റൻസ് ഉള്ള 3 റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത പോലെയായി. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്ക്. ഓക്കെ, എന്താ ഇവിടെ സംഭവം? R റെസിസ്റ്റൻസ്, ഈ R റെസിസ്റ്റൻസും R റെസിസ്റ്റൻസും എന്താണ്? സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R ആണ്. അതുപോലെ ഈ R റെസിസ്റ്റൻസും ഈ R റെസിസ്റ്റൻസും സീരീസ് ആണ്. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 2R. ഓക്കെ, ഇനി ഇതിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ 2R റെസിസ്റ്റൻസിൻ്റെ 3 കണക്ഷൻസ് അല്ലെങ്കിൽ 2R വാല്യൂസ് ഉള്ള 3 റെസിസ്റ്റൻസ് പാരലായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ വാല്യൂ ഉള്ള റെസിസ്റ്റൻസസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിൽ മെത്തേഡാണ് R/N. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് 2R ഡിവൈഡഡ് ബൈ എത്ര 2R വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ് 3. ഓക്കെ, അപ്പോൾ 2R/3 ആൻസർ വരും. 2R/3 ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഇലക്ട്രിക് സർക്യൂട്ട് ദ റീഡിംഗ് ഷോൺ ബൈ ദ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ ആർ. ഓക്കെ, അമ്മീറ്ററിലും വോൾട്ട് മീറ്ററിലും ഷോ ചെയ്യുന്ന റീഡിംഗ് എത്രയാണെന്നാണ് ചോദ്യം. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള കറണ്ട് മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ടാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. I is equal to V/R. ഓക്കെ, വി എത്രയാണ്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 16 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? 5+3, 5 and 3 are in series. 5+3 8. So that means 2 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട്. ഓക്കെ, പക്ഷേ അപ്പോൾ ആൻസർ എത്തിയിട്ടില്ല, കാരണം 2 ആംപിയർ ഉള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ്. ഓക്കെ, വോൾട്ട് മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കാൻ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കി. ഈ 5 ഓമിന്, ഓക്കെ, 5 ഓം റെസിസ്റ്റൻസ് ഉള്ള ആ റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഓമിൻ്റെ വോൾട്ടേജ് എത്രയാണോ, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ, അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ, അതായിരിക്കും വോൾട്ട് മീറ്റർ റീഡിംഗ്. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. വി ത്രൂ 5 ഓം ഇസ് ഈക്വൽ ടു I into R. I എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു 2. R എത്രയാണ്? 5 ഓം. യെസ്, 2 into 5 10 വോൾട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ എ. ഓക്കെ, എങ്ങനെ നമ്മൾ ആൻസറിലോട്ട് എത്തി? ആദ്യം നമ്മളോട് അമ്മീറ്റർ റീഡിംഗ് ആണ്. ദാറ്റ് മീൻസ് കറണ്ട് ഡ്രോൺ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. V/R. വി നമുക്ക് ഗീവൻ ആണ് 16. R എത്രയാണ്? 5+3 8, 2 ആംപിയർ. ഓക്കെ, പിന്നീട് നമ്മൾ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് വോൾട്ട് മീറ്റർ റീഡിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ കംപ്ലീറ്റ് വോൾട്ടേജ് അങ്ങ് എടുക്കലല്ല. ഓക്കെ, നമ്മൾ കൊടുത്ത വോൾട്ടേജ് അല്ല അവിടുത്തെ ആൻസർ. അതിന് ആൻസർ എന്താണ്? ഈ വോൾട്ട് മീറ്റർ ഇവിടെ നമ്മൾ ഈ 5 റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാരലലി കണക്ട് ചെയ്താൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ 5 ഓമിലൂടെ പോകുന്ന, അല്ലെങ്കിൽ 5 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. I into R. ഓക്കെ, I into ദാറ്റ് സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ മിനിമം റെസിസ്റ്റൻസ് വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസിങ് 5 റെസിസ്റ്റേഴ്സ് ഓഫ് ഈച്ച് ഓഫ് 1/5? നമുക്കറിയാം, നമുക്ക് കുറേ റെസിസ്റ്റൻസ് തന്നിട്ട് ഇതിൻ്റെ മിനിമം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്തോ, എന്നിട്ട് ഇതിൻ്റെ മിനിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പാരലലി കണക്ട് ചെയ്യാന്നുള്ളത്. ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, കുറേ കൂട്ടം റെസിസ്റ്റൻസിൻ്റെ ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുക അവർ പാരലലി കണക്ട് ചെയ്താലാണ്. സോ 1/5 ഓം റെസിസ്റ്റൻസ് ഉള്ള 5 റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് വരിക? R effective is equal to 1/5 divided by 5, R/N അല്ലേ. സോ 1/25 ഓം ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഒരാളെ റെസിസ്റ്റൻസ് 1/5 ആണ്. അങ്ങനത്തെ 5 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലി കണക്ട് ചെയ്താൽ 1/5 ഡിവൈഡഡ് ബൈ 5 1/25 ഓം. ഓക്കെ, യെസ്. ഇതാ ഇവിടെ നോക്കേ, ഇവിടെ നമ്മളെ പാരലലി സീരീസ് കണക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. നമ്മളിത് ഡിസ്കസ് ചെയ്തു. R effective is equal to 1/R1 plus 1/R2. പാരലാണെന്നെങ്കിൽ, സീരീസ് ആണെങ്കിൽ R1 plus R2 ആണെന്നൊക്കെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ആലോചിച്ച് വെച്ചിട്ട് പോകും. ഓക്കെ, സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ജൂൾസ് ലോട്ട് വരികയാണ്. ഹീറ്റിംഗ്. ഓക്കെ, ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ പോകണം. എന്താ ജൂൾസ് ലോ പറയുന്നത്? H is equal to I²RT. ഇക്വേഷൻ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, സോ ചോദ്യം എന്താണ്? A resistor produces 10,800 joule of heat when a current of 3 ampere flows through it for 4 minutes. The resistance of the resistor is. ആറാണ് ചോദിച്ചിട്ടുള്ളത്. H given ആണ്, I given ആണ്, ഓക്കെ, T given ആണ്. ഓക്കെ, വേറെ എന്താ വേണ്ട? ഒന്നും വേണ്ട അല്ലേ. H is equal to I²RT. What is H here? 10,800. What is I here? 3. Okay, 3 square into R. What is R here? We don't know, we need to find. Okay, time എത്രയാണ്? 4 minutes. 4 into 60. പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ 3 സ്ക്വയർ എത്രയാണ്? 9 into R into 4 into 6 എത്രയാ? 24. 240. ഓക്കെ, സോ R is equal to 10,800 divided by 9 into 24 into 0 അല്ലേ, I mean 240. ഓക്കെ, അപ്പോൾ ആ 0 0 കട്ടായി പോകും. ഓക്കെ, സോ ഈ 0 0 കട്ടായി പോകും. 108 എത്ര 9 ഉണ്ട്? 90 90 9 10 ടൈംസ് ആണ്. ബാക്കി ഒരു 18 കൂടി ഉണ്ട് അവിടെ. അപ്പോൾ 18 2 ടൈംസും കൂടി ഉണ്ട്. സോ 12
12. ഓക്കെ, സോ മുകളിൽ 120 ഡിവൈഡ് ബൈ 24 വരും. 240 ഇൻറ്റു 10 ആണ് 24 ഇൻറ്റു 10 ആണ് 240. അപ്പോൾ 24 ഇൻറ്റു 5 ആയിരിക്കും 120. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഈസ് 5 ohm R. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്താ? H is equal to I square RT, ജൂൾസ് ലോ. ഓക്കെ, എച്ച് എനർജി ആണ്, ജൂൾ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്, I കറണ്ട് ആണ്, ആംബിയർ, R റെസിസ്റ്റൻസ് ആണ്, T ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന എല്ലാം SI യൂണിറ്റിലായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electric iron has a resistance of 50 ohm and is connected to a 200 volt supply for 2 minutes. The heat produced is H ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, I square RT. What is I here? ഓക്കെ, I നമുക്കറിയില്ല, പക്ഷേ നമുക്ക് വോൾട്ടേജ് എല്ലാം അറിയാലേ. ഓക്കെ, വോൾട്ടേജ് അറിയാം, റെസിസ്റ്റൻസ് അറിയാം, ടൈം അറിയാം. അപ്പോൾ ഏത് ഇക്വേഷനാ? V square by R into T. V square by R into T. Okay, what is V here? 200. Okay, so 200 square divided by, what is R here? 50 ohm into time. What is time here? 2 into 60. Okay, yes, 200 square. 200 into 200 into 2 into 60 divided by 50. Okay, 50 54 ആകും. Okay, 4 into 2 8, 8 into 6, 8 into 6 എത്രയാ? 48. 48 into 2 96 into 10 square അല്ലേ? 10 square joule. ഓക്കെ, 9600 joule. കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. V square by R into T. V given ആണ്, R തന്നിട്ടുണ്ട്. ഓക്കെ, T നമ്മൾ ടൈം മിനിറ്റ്സിലായിരുന്നു എന്നുള്ളത്, അപ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിലോട്ട് മാറ്റണം. അപ്പോൾ അടുത്ത ഇക്വേഷൻ H is equal to V square by R into T. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ അത് നമ്മൾ ഈ ഓംസ് ലോ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലേ. I is equal to V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. V square by R square ആണ്, പിന്നീട് R കൊണ്ട് കട്ടായി പോകും. അങ്ങനെയാണ് V square by R into T വരുന്നത്, നിങ്ങൾക്ക് അറിയുന്നതാണ്. യെസ്, അടുത്ത്. A heater draws a current of 2 ampere from a 12 volt battery for 5 minutes. How much heat energy is produced? Again, heat energy ആണ് ചോദിച്ചിട്ടുള്ളത്. VIT ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. What is V here? 12 volt. What is I here? 2 ampere. What is time here? 5 minutes into 60. Okay, so 2 into 12 into 5, 2 into 5 10, 10 into 12 120 into 60. Okay, so 12 into 6 എത്രയാ? 72, right? 72, പിന്നെയോ ബാക്കി ഒരു 2 സീറോയും കൂടി 3 ജൂൾ, 7200 ജൂൾ. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻ VIT. H is equal to VIT. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ പഠിച്ചു വെച്ചോ. H is equal to I square RT, H is equal to V square by R into T, H is equal to VIT. ഇത് NSMCക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്കൂൾ എക്സാമിനും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻസാണ്. ഓക്കെ, യെസ്. അപ്പോൾ 3 ഇക്വേഷൻസ്. ഓക്കെ, ഇതാ ഇവിടെ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോർട്ട് സർക്യൂട്ടഡ് കോസസ് ദ കറണ്ട് ഇൻ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ടു സഡൻലി റൈസ് ഫ്രം 4 ampere to 25 ampere. Which safety device is designed to automatically disconnect the circuit and can be reset after the fault is removed? ഏതാടാ? MCB ആണ് അല്ലേ, സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടതിലധികം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ സർക്യൂട്ടിനെ താങ്ങാൻ പറ്റുന്ന അതിലധികം കറണ്ട് വന്നാൽ നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. കൂടുതൽ കറണ്ട് വരുന്നു, അത് എന്ത് ചെയ്യും? ട്രിപ്പാകും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതൊന്ന് പൊക്കി വെക്കണം, എന്നാലേ കറണ്ട് വീണ്ടും ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സേഫ്റ്റിന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം NSMCക്ക്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ 5 ampere fuse protects a circuit connected to a 240 volt supply. Which set of appliances is most likely to blow when operated together? ഓക്കെ, ചോദ്യം എന്താണ്? 5 ampere ഫ്യൂസ് ആണ്, 240 വോൾട്ട് ആണ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടെ താങ്ങാൻ പറ്റുന്ന പവർ എത്രയാണ്? നമുക്കറിയാം VI ആണ് പവർ. ഓക്കെ, V എത്രയാണ്? ഇവിടെ 240 ആണ് ഇൻപുട്ട് സപ്ലൈ. വരുന്ന കറണ്ട് അല്ലെങ്കിൽ ഫ്യൂസിന് താങ്ങാൻ പറ്റുന്ന കറണ്ട് എത്രയാണ്? 5 ampere. ഓക്കെ, 240ൻ്റെ പകുതി. ഓക്കെ, 2500 പകുതി, 1200 വാട്ട് ആണ് ഇതിന്
യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ്. അതിൻ്റെ മുകളിൽ പവറുള്ള ഡിവൈസ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് ബ്ലോ ചെയ്യും. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്യൂസ് ബ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ആര് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിലധികം പവർ വരുന്നത്? 400 + 600 ഓപ്ഷൻ എ. കുഴപ്പമില്ല അല്ലേ? 1000 വാട്ടാണ്. 500 + 500 1000 വാട്ടാണ്. 800 + 500 എത്രയാ? 1300 അല്ലേ? അല്ലെങ്കിൽ 1300 ആണ് വരുന്നത്. അപ്പോൾ ഇയാൾ യൂസ് ചെയ്താലാണ്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് യൂസ് ചെയ്താലാണ് ഫ്യൂസ് ബ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ങാൻ പറ്റുന്നതിലധികമുള്ള കറണ്ട് ഈ അപ്ലയൻസസ് യൂസ് ചെയ്താൽ നമ്മളെ കറണ്ട് ഡ്രോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മുടെ MCB സർക്യൂട്ട് ബ്രേക്കർ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സർക്യൂട്ട് തകർക്കും എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ട്രിപ്പാകും. യെസ്, ഇവിടെ നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൻ്റെ ഒരു പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പാത്ത്. ഓക്കെ, ലൈവ് വയർ ഉണ്ട്, ന്യൂട്രൽ വയർ ഉണ്ട്, പിന്നെ ഫ്യൂസാണ്, പിന്നീടാണ് കിലോ വാട്ട് ഹവർ വരുന്നത്. കിലോ വാട്ട് ഹവർ ആണ് നമ്മൾ നമ്മൾ മെഷർ ചെയ്യുന്നത് നിങ്ങൾ എത്ര എനർജി കൺസംഷൻ നടത്തി എന്നല്ല. ഓക്കെ, അപ്പോൾ അത് കിലോ വാട്ട് ഹവറിലാണ് മെഷർ ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, എന്താ ഒരു കിലോ വാട്ട് ഹവർ? അതും കൂടി നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് എത്രയാടാ? 1000 വാട്ടാണ്. ഓക്കെ, 1000 വാട്ട് ഇൻറ്റു 1 ഹവർ. 1000 വാട്ട് ഇൻസ്ട്രുമെൻറ്റ് 1 ഹവർ നമ്മൾ യൂസ് ചെയ്താൽ എത്ര എനർജി കൺസ്യൂം ആകും? അതാണ് നമ്മുടെ 1 കിലോ വാട്ട് ഹവർ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ 1 യൂണിറ്റ് എനർജി. ഓക്കെ, അപ്പോൾ അതിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഓർത്ത് വെച്ചോ. കിലോ വാട്ട് ഹവർ എന്താണ്? കിലോ വാട്ട് പവറിൻ്റെ യൂണിറ്റ് അല്ല, അത് എനർജിൻ്റെ യൂണിറ്റ് ആണ്. നിങ്ങൾ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് കൊമേഴ്ഷ്യലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണത്. ഓക്കെ, അപ്പോൾ അത് എത്ര ജൂളാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. 1 കിലോ വാട്ട് ഹവർ ഇസ് ഈക്വൽ ടു 1000 വാട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് 1 ഹവർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ 10⁻³ ഇൻറ്റു 1 ഹവറിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണം. 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഓരോ മിനിറ്റും 60 സെക്കൻഡ്സ് ആണ്. സോ 36 ഇൻറ്റു 10⁻5. ഓക്കെ, ഇത്രയും ജൂളാണ് നമ്മുടെ 1 കിലോ വാട്ട് ഹവർ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. ഓക്കെ, ഇത് എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിച്ചു വെക്കണം എന്നില്ല. ഈ കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അത് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ പേര് തന്നെ ഉണ്ട്, കിലോ വാട്ട് ഹവർ. 1 കിലോ വാട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് 1 ഹവർ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഐ വിൽ അഡ്രസ് ദാറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ആരെങ്കിലും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം പോയിട്ട് ഇവിടെ വെബ്സൈറ്റ് ഉണ്ട് അല്ലേ, രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, nsmc.exandvylearning.com. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയി അടിക്കുക, വേഗം പോയി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ പൈസ ഒന്നുമില്ല രജിസ്റ്റർ ചെയ്യാൻ. രജിസ്റ്റർ ചെയ്യുക, പ്രൈസ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല, ഇതിനൊക്കെ അപ്പുറം നമുക്ക് എക്സാമിന് ഒരു എക്സ്പോഷറാണ്. ഓക്കെ, പൈസ കിട്ടിയ ബെസ്റ്റ്. ഓക്കെ, പിന്നെ ഇനി ടോപ്പ് റാങ്ക്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വൈയിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്സ് ചിലപ്പോൾ കിട്ടാവുന്ന. ഓക്കെ, ടോപ്പ് റാങ്ക്സിന് എല്ലാ ടോപ്പ് റാങ്കേഴ്സിനും എക്സാം വൈയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. പ്ലസ് ടോപ്പ് റാങ്ക്സിന് പൈസയും കിട്ടും, പ്രൈസും ഉണ്ട്. നിങ്ങൾ കുറച്ച് താഴെയാണ് വരുന്നത്, നിങ്ങൾ കുറച്ച് മാർക്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫസ്റ്റ് 3 റാങ്ക്സ് ഒക്കെ പോയാൽ നമുക്ക് എന്ത് തരും, നമുക്ക് എക്സാം വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്സ് നമ്മൾ തരും. ഓക്കെ, ഇനി ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പോഷറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. എന്ത് ചെയ്യുക, എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.